ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് താലൂക്കിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട. ഈ കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 35 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു കോട്ടയാണ്. നമുക്ക് കാണാൻ പറ്റും, ചെങ്കല്ലിലാണ് ഇത് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സന്ദർശന കവാടത്തിലോട്ട് കയറി നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം മഴയും പിന്നെ കാലാവസ്ഥയിലുള്ള ചെറിയ വ്യത്യാസമൊക്കെ കാരണം ചെറിയ നാശങ്ങളൊക്കെ കോട്ടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇവർ പോകുന്നുണ്ട്. ഇത് നമ്മുടെ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഇതുള്ളത്. ഇതിന് നമുക്കൊരു ഫീസുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് നമ്മളത് ഫീസ് പേ ചെയ്തിട്ട് കയറുക. നടക്കുന്ന നടപ്പാതകളൊക്കെ ഈ ചെങ്കല്ലാണ്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് കിണർ പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ തുരങ്കമാണോ എന്നും ഡൗട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കണ്ടു. നമുക്ക് ആ ഗോപുരത്തിൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളായിട്ടുള്ള കാഞ്ഞങ്ങാട്, പള്ളിക്കര, കോട്ടിക്കുളം, ഉടുമ എന്നീ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. AD ശിവപ്പനായകൻ എന്ന പുള്ളിയാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഇത് കോലത്തിരി രാജാവ് ഉണ്ടാക്കി, പിന്നീട് ശിവപ്പനായകന് ഇത് പുതുക്കി പണിതെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് എനിക്ക് എന്നാന്ന് അറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അത് അറിയാൻ ഹെൽപ്ഫുള്ളായിരുന്നു.
അങ്ങ് താഴെ നമുക്കൊരു വ്യൂ പോയിൻ്റോടെ കാണാം. അത് ഏകദേശം കടലിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഇച്ചിരി പാടാണ്, എന്തായാലും നമ്മളൊന്ന് ഇറങ്ങിപ്പോയി നോക്കും അത്, കാരണം ഈ ചെറിയ സ്റ്റെപ്പ് വഴി ഇങ്ങനെ പോകണം. ഒരു മനുഷ്യൻ്റെയൊക്കെ ഒരു തിരിച്ചറിയലാണ് നമ്മുടെ ചരിത്രം, അതായത് ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, പല മോണുമെൻറ്റ്സ്. അതിലൂടെയാണ് നമ്മുടെ ഒരു ഉറവിടവും നമ്മുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു പ്രദേശത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരവും ചരിത്രവും അതൊക്കെ പ്രതിഫലിക്കുന്നത് അവിടുത്തെ ഓരോ കെട്ടിടങ്ങൾ കൂടെയൊക്കെയാണ്. ഇതൊക്കെ സംരക്ഷിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഒരു വരും തലമുറയ്ക്ക് എന്തൊക്കെയൊരു സ്ട്രഗിള് പഴയ തലമുറ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എന്തുമാത്രം യാത്രകൾ ചെയ്തു, അതിനൊക്കെ എന്തുമാത്രം എഫേർട്ടുകൾ നമ്മുടെ പഴയ തലമുറ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. എന്തു മനോഹരമാണ് ഈ പ്രകൃതി, അല്ലേ?